ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് ക്രീക്കിലേക്കാണ്. എന്റെ കൂടെയുള്ളത് എന്റെ ചങ്ക് ഫ്രണ്ട് മിസ്റ്റർ ഷാഹിദ് ആണുള്ളത്. നമ്മൾ രണ്ടും കൂടെ ദുബായ് ക്രീക്ക് വരെ പോവാണ്. ക്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ജലപാതയുണ്ട്. അതായത് വളരെ കാലഘട്ടം മുന്നേ തന്നെ ഈ ദുബായിലുള്ള ഒരു ജലപാതയാണ്. ഇവിടുത്തെ വാണിജ്യപരമായ കാര്യങ്ങൾക്കൊക്കെ പിന്നെ വളരെയധികം ഉപയോഗമായിട്ടുണ്ടായിരുന്ന ഒരു ജലപാതയാണത്. അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ദുബായ് ക്രീക്കിന്റെ കാഴ്ചകളാണ്. ഗെയ്സ്, അപ്പോൾ നമ്മൾ ദുബായ് ക്രീക്കിൽ എത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി ലുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫുള്ള് ബോട്ടുകൾ, അതുപോലെ ചെറിയ ചെറിയ ക്രൂസ്, ചെറിയ തോണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിമനോഹരമായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. മെട്രോയ്ക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഗെയ്സ്, ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി എക്സിറ്റ് നമ്പർ 1 കൂടെ പുറത്തിറങ്ങിയാൽ വാക്ക് വേയിലൂടെ നടന്ന ജദ്ദാഫ് മറൈൻ സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് 2 ദിർഹം കൊടുത്താൽ ക്രീക്കിലേക്ക് ബോട്ടിലെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ദുബായ് ഹെൽത്ത് കെയർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ടാക്സി പിടിക്കുക. 10 മിനിറ്റോളം യാത്രയുണ്ടാവും. ഈ ക്രീക്ക് ഹാർബറിൽ നിന്ന് കഴിഞ്ഞാൽ ദുബായ് നഗരത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ കാണാൻ പറ്റുമെന്നാണ് ഗെയ്സ് ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ദുബായില്ലേ, ആ ദുബായ് ആണ് ഇതാ ഇവിടെ നിന്ന് കാണാൻ നമുക്ക് സാധിക്കുക. ബുർജ് ഖലീഫയൊക്കെ നിൽക്കുന്ന ആ ദുബായിയുടെ അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ നിന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഗാർഡൻസ്, ചെറിയ ചെറിയ ഗാർഡൻസ് ഒക്കെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോക്കുക ഗൈസ്, നിങ്ങൾ ഈ വാക്ക് വേകൾ എത്ര മനോഹരമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടെയാണ് ഈ ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൈസ്, ഇവിടെ വരുന്നവർക്ക് ഈ നഗരത്തിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു 2 വലിയ ബ്രിഡ്ജ് ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ റൗണ്ട് രീതിയിലുള്ള ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമുക്ക് ഇതുവഴി മുകളിലേക്ക് പോകാൻ പറ്റും ഗൈസ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഈ ബ്രിഡ്ജിന് മുകളിലേക്ക് പോവുകയാണ്. ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ഈ ടൈമിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു വിഷ്വൽ നമുക്ക് കിട്ടും. അപ്പം ഗൈസ്, നമുക്ക് ഈ ബ്രിഡ്ജിലെ കാഴ്ചകൾ കണ്ട് താഴേക്ക് പോവാം. ഇനി വേറൊരു ബ്രിഡ്ജ് കൂടെ അവിടെ ഇവർ പണിത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലിയൊരു ബ്രിഡ്ജാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നിങ്ങൾ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ക്രീക്ക് ഹാർബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദുബായിൽ ഏറ്റവും
മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ്, ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഗെയ്സ്, ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ പകൽ വെളിച്ചത്തിൽ കാണുന്ന ക്രീക്കിന്റെ സൗന്ദര്യമല്ല യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ പകൽ വെളിച്ചം പോയി രാത്രിയാവണം. ശരിക്കും എല്ലാവരും പറയുന്നത് ഗെയ്സ്, ദുബായ് പകലിനേക്കാൾ രാത്രിയിലാണ് കാണാൻ ഭംഗി എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്രീക്ക് ഹാർബറും. പകലിനേക്കാൾ ഭംഗിയാണ് നമുക്ക് രാത്രിയിൽ ഈ ക്രീക്ക് ഹാർബർ കാണാനായി. എല്ലായിടത്തും വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ക്രീക്ക് ഹാർബർ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഏതായാലും നിങ്ങളെ ഇവിടുത്തെ നൈറ്റ് വിഷ്വൽ കൂടെ കാണിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ. അപ്പോൾ ദുബായിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ ബ്രിഡ്ജിന് മുകളിലേക്ക് പോവാണ്. ഇതിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ വളരെ മനോഹരമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കയറി ഇങ്ങോട്ട് വരുമ്പം ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞെങ്കിലും ഈ ന്യൂ ഇയറിനെയും ക്രിസ്മസിനെയും ഒക്കെ വരവേൽക്കാനായിട്ട് ഇവർ ഇവിടെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ, അതുപോലെ പല പല ഡിസൈൻസുകൾ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ എൻഡ് ഭാഗത്തേക്ക് ഒന്ന് പോവാണ്. വാവ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. ആ കനാലിൻ്റെ വ്യൂയും അതുപോലെ ഓപ്പോസിറ്റായി ബുർജ് ഖലീഫയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഗൈസ്, ഇതിന് ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ കൂടുതലായിട്ടും ലക്ഷറി ഫ്ലാറ്റുകൾ, അതുപോലെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ പകൽ വെളിച്ചമൊക്കെ മങ്ങിത്തുടങ്ങി, ഇരുട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ തന്നെ ഇവിടെ എല്ലാം ലൈറ്റായി. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞില്ലേ, ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആയിരിക്കും. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണെന്ന് നോക്കൂ. എല്ലാ വലിയ വലിയ ഫ്ലാറ്റുകളും അതുപോലെ വാക്ക് വേയിലും ഒക്കെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഒരു ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകാനായിട്ടാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മാക്സിമം യാത്രയുള്ളൂ ഇവിടുന്ന് ബോട്ടിങ്. അപ്പോൾ നമുക്ക് നീണ്ട നേരത്തെ ക്യൂ നിന്നതിന് ശേഷം നമുക്കും ബോട്ടിലേക്ക് കയറാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോവുകയാണ്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് അബ്ര ബോട്ട്. ഇതിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ RTA-ന്ന് 2 തരത്തിന് ടിക്കറ്റ് എടുത്ത് അബ്ര ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ചെറിയ തോണി പോലെ അതാണ് ഈ അബ്ര ബോട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട ആ ബോട്ടാണ്. അങ്ങനെ നമ്മുടെ അബ്ര ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ തോണിയിലൊക്കെ യാത്രയില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതിൽ പിന്നെ നല്ല തണുപ്പാണ് അത്യാവശ്യം. അപ്പോൾ ഈ ഒരു കനാലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ചുറ്റും എന്താ ഒരു ഭംഗിന്ന് നോക്കൂ. അങ്ങ് ദൂരെ ബുർജ് ഖലീഫ കാണാം. അതുപോലെ തന്നെ ഈ കനാലിൻ്റെ 2 സൈഡുകളിലും വലിയ വലിയ കെട്ടിടങ്ങളാണ് കൂടുതലായിട്ടും. ഗൈസ്, അങ്ങനെ ഒരു 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഫെസ്റ്റിവൽ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്.
ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അടുത്ത ബോട്ടിന് തിരിച്ചു പോവാണ് ഗെയ്സ്. അതുപോലെ തന്നെ ഗെയ്സ്, നിങ്ങൾക്ക് ഈ ബോട്ടിന് പോകാൻ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൾ കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗെയ്സ്, ഈ ക്രീക്ക് ഹാർബറിൽ നിന്ന് അൽ ജദ്ദാഫ് എന്ന സ്ഥലത്തേക്കും ദുബായ് ഫെസ്റ്റിവൽ എന്ന സ്ഥലത്തേക്കുമാണ് കേട്ടോ ബോട്ട് സർവീസ് ഉള്ളത്. തിരികെ പോകുമ്പോഴുള്ള യാത്രയും അതിമനോഹരം തന്നെ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ ബോട്ടിലൊന്ന് കയറി ഇതിലൂടെ സഫാരി നടത്താനായിട്ടും അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരാൻ. കുറച്ച് നേരത്തെ വരിക. നിങ്ങൾക്ക് ബോട്ടിംഗ് സഫാരിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ ക്യൂ നിന്നേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ആ ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട്. ഗെയ്സ്, അങ്ങനെ നമ്മൾ തിരികെ ക്രീക്ക് ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഷാഹിദ്, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ബോട്ട് ട്രിപ്പ്? അടിപൊളിയായിരുന്നു ശരിക്കും. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ എന്തായാലും മുതലായി. ചെറിയ പൈസക്ക് അത്യാവശ്യം ടൈം. ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കയറിയിട്ട് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് പോയത്. ഫെസ്റ്റിവൽ സിറ്റി പോയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നേരെ തിരിച്ച് വീണ്ടും ക്രീക്കിൽ വന്നു. 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഗവൺമെൻറ് ആർടിഐയുടെ ബോട്ട് സർവീസാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിൽ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവുന്നേ ഉള്ളൂ. മസ്റ്റായിട്ടും വരാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു സ്ഥലത്തെ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.